നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീട് എന്നത് വെറും ചുമരുകളും മേൽക്കൂരയും മാത്രമല്ല. ഓരോ കുടുംബത്തിന്റെയും സ്വപ്നങ്ങളും സന്തോഷങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു പുണ്യസ്ഥലമാണ് വീട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ വീടിന്റെ ഓരോ സ്ഥാനത്തിനും ഓരോ ഭാഗത്തിനും പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ദിശയാണ് തെക്കുഭാഗം എന്ന് പറയുന്നത്. വാസ്തുവിശ്വാസങ്ങൾ പ്രകാരം വീടിന്റെ തെക്കുഭാഗം ചില പ്രത്യേക ഊർജങ്ങളുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അശ്രദ്ധ കാണിക്കരുതെന്നും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പഴമക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ചില തടസ്സങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് വീട്ടിൽ ഐക്യം കുറയുന്നത്, ഇതൊക്കെയും ആളുകൾ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. അത്തരം സമയങ്ങളിൽ ചിലർ വീടിന്റെ ക്രമീകരണങ്ങളും വാസ്തുവിശ്വാസങ്ങളും പരിശോധിക്കാറുണ്ട്, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടത് അത്രമേൽ പ്രധാനമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വീടിന്റെ തെക്കുഭാഗത്ത് ഒരിക്കലും ചെയ്യരുതെന്ന് വാസ്തുവിശ്വാസങ്ങൾ പറയുന്ന 7 പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ആരെയും ഭയപ്പെടുത്താനോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് തലമുറകളായിട്ട് കൈമാറി വന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം. ഇതിൽ വിശ്വസിക്കണമോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. എന്നിരുന്നാലും വാസ്തു എന്ന് പറയുന്നത് ഒരിക്കലും അന്ധവിശ്വാസമല്ല, അതൊരു ശാസ്ത്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്തുപരമായിട്ട് നമ്മൾ ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പിഴവുകൾ നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അവസാനമായിട്ട് പറയുന്ന കാര്യമാണ് പലരും അറിയാതെ ചെയ്യുന്ന ഒരു സാധാരണ തെറ്റ് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീടിന്റെ തെക്കുഭാഗത്ത് വാസ്തുപരമായിട്ട് ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് തെക്കുഭാഗത്ത് അനാവശ്യ സാധനങ്ങളും മാലിന്യങ്ങളും കൂട്ടിയിടുന്നതാണ്. വാസ്തുവിശ്വാസങ്ങൾ പ്രകാരം വീടിന്റെ തെക്കുഭാഗം എപ്പോഴും വൃത്തിയായും ക്രമമായും സൂക്ഷിക്കേണ്ട ഒരു ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങള്, പൊട്ടിയ ഫർണിച്ചറുകള്, പഴയ ചെരുപ്പുകള്, തകർന്ന പാത്രങ്ങള്, ഉപയോഗമില്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആരും തൊടാത്ത വസ്തുക്കള്, ഇവയൊക്കെയും കൂട്ടിയിടുന്നത് ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുന്നത്. പല വീടുകളിലും ഒരു പതിവുണ്ട്, ഇപ്പോൾ ആവശ്യമില്ല പിന്നീട് നോക്കാം എന്നു കരുതി പഴയ സാധനങ്ങൾ ഒരു മൂലയിലേക്ക് മാറ്റിവെക്കും. പിന്നീട് ആ മൂല ഒരു ചെറിയ സ്റ്റോർ റൂമായി മാറും. പ്രത്യേകിച്ച് അത് വീടിന്റെ തെക്കുഭാഗത്താണെങ്കിൽ വാസ്തുവിശ്വാസ പ്രകാരം അത് നല്ലതല്ലെന്നാണ് പറയുന്നത്. വീടിന്റെ തെക്കുഭാഗം ഇങ്ങനെ വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയാനും ആ വീട്ടിലുള്ള ആളുകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നേരിടാൻ കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത വസ്തുക്കൾ അവിടെ കിടക്കുന്നുണ്ടോ? പൊട്ടിപ്പോയ സാധനങ്ങൾ വെറുതെ സൂക്ഷിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്തവ സുരക്ഷിതമായി ഒഴിവാക്കുകയും ആവശ്യമുള്ളവ ക്രമപ്പെടുത്തി വയ്ക്കുകയും ചെയ്യുന്നത് വീടിന്റെ ഭംഗിക്കും സൗകര്യത്തിനും ഗുണകരമാണ്. എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും വീടിന്റെ തെക്കുഭാഗം നന്നായിട്ട് വൃത്തിയാക്കി ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആചാരമാണ്. വീട്ടിലെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്താനും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വരാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും എന്നതാണ്. അപ്പോൾ വീടിന്റെ തെക്കുഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണിത്. ഇനി രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത് പൊട്ടിയ കണ്ണാടി അല്ലെങ്കിൽ പൊട്ടിയ ക്ലോക്ക് വീടിന്റെ തെക്കുഭാഗത്ത് സൂക്ഷിക്കുന്നതാണ്. അത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരു ചില്ലു പാത്രത്തിന്റെ കഷ്ണമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോ പീസിന്റെ ഒരു കഷ്ണമാകാം. എന്ത് തന്നെ ആയാലും കളയാനായിട്ട് വെച്ചതാണെങ്കിലും വീടിന്റെ തെക്കുഭാഗത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ, ഉപയോഗശൂന്യമായിട്ടുള്ള മൂർച്ചയുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ പൊട്ടിയ ക്ലോക്കുകളോ ഉപയോഗശൂന്യമായിട്ടുള്ള വാച്ചുകൾ, അങ്ങനത്തെ ഒരു വസ്തുക്കളും നമ്മൾ വയ്ക്കാനായിട്ട് പാടില്ല. വാസ്തുവിശ്വാസ പ്രകാരം പ്രത്യേകിച്ച് ഇത്തരം വസ്തുക്കൾ വീടിന്റെ തെക്കുഭാഗത്ത് ദീർഘകാലം സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങൾ കടന്നു വരാൻ കാരണമാകും.
അതുവഴി ആ വീട്ടിലുള്ളവർക്ക് മനസമാധാനക്കേട്, വീട്ടിലെപ്പോഴും സ്വസ്ഥതയില്ലായ്മ, എപ്പോഴും കലഹങ്ങൾ നടക്കുക, എപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക, ഇതിനൊക്കെയും കാരണമായി തീരും എന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഒട്ടും തന്നെ പ്രാധാന്യം നൽകാതെ പോകുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കമായി മാറുന്നത്, അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും സ്വസ്ഥതയില്ലായ്മയുടെ ഒരു കാരണമായി തീരുന്നത്. പക്ഷെ നമ്മൾ അധികം അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള പൊട്ടിയ കണ്ണാടിയോ പൊട്ടിയ വാച്ചോ ക്ലോക്കോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ തെറ്റ്, ഇത് വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീടിന്റെ തെക്കുഭാഗം ഇരുണ്ടതും അടഞ്ഞതുമായിട്ട് മാറ്റരുത് എന്നുള്ളത്. വാസ്തുവിശ്വാസങ്ങൾ പ്രകാരം വീടിന്റെ തെക്കുഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ ക്രമമായിട്ടും പരിപാലിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. പല വീടുകളിലും ഈ ഒരു ഭാഗം വർഷങ്ങളായിട്ട് തുറക്കാത്ത ഒരു മുറിയോ, ജനൽ എപ്പോഴും അടച്ചിരിക്കുന്ന സ്ഥലമായോ, വെളിച്ചം തീരെ എത്താത്ത ഭാഗമായോ മാറുന്നത് കാണും. പരമ്പരാഗത വിശ്വാസങ്ങൾ പ്രകാരം വീടിന്റെ ഏതു ഭാഗവും നിരന്തരം ഇരുട്ടും ഈർപ്പമുള്ളതുമായിട്ടുള്ള അവസ്ഥയിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ലെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗം ഇപ്പൊ തന്നെ ഒന്ന് നോക്കിക്കോളൂ. എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയോ അല്ലെങ്കിൽ ഒരിക്കലും തുറക്കാത്ത രീതിയിലുള്ള ഒരു ജനലോ ആ ഭാഗത്തുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ദിവസവും കുറച്ചു സമയമെങ്കിലും ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ വീട്ടിലെ ജനലുണ്ടെങ്കിൽ ആ ഒരു ജനലൊന്ന് തുറന്നിടുക. സൂര്യപ്രകാശം കടക്കാനായിട്ട് അനുവദിക്കുക. അല്ലെങ്കിൽ തുറക്കാത്ത ഒരു മുറി ആ ഭാഗത്തുണ്ടെങ്കിൽ അത് നിത്യവും തുറക്കുന്ന രീതിയിൽ വൃത്തിയാക്കി വയ്ക്കുക. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പൂട്ടിയിടാനോ അല്ലെങ്കിൽ എപ്പോഴും ഇരുണ്ട് നിറഞ്ഞ ഒരു സ്ഥാനമായി മാറ്റാനോ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലെ മൂദേവി വാസം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് മൂദേവി വാസം എന്ന് പറയുന്നത്? മൂദേവി വസിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി ദേവിക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ഉണ്ടാവില്ല. നിങ്ങൾ എത്രയൊക്കെ അധ്വാനിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അതിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരില്ല എന്നതാണ്. ധനം വരുന്നുണ്ടാവും, പക്ഷെ അതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം, എന്തെങ്കിലും ദോഷമുണ്ടോ, ഇത്രയൊക്കെ അധ്വാനിക്കുന്നു, ധനവരവ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിന്റെ ഇരട്ടിയായിട്ട് ചെലവാവുകയാണ്, ഒരു തരത്തിലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ തെക്കുഭാഗമാണ്. തെക്കുവശത്ത് ഇരുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇരുട്ട് മൂടി അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും വൃത്തിയാക്കിയിരിക്കണം. ആ ഒരു ഭാഗത്ത് എപ്പോഴും വെളിച്ചമുണ്ടായിരിക്കണം. ഇനി ഒന്നും കഴിയുന്നില്ല എങ്കിൽ ഒരു ബൾബെങ്കിലും അവിടെ ഇട്ട് കൊടുത്തു നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് തെക്കുഭാഗത്ത് ജലസ്രോതസ്സുകൾ ഉണ്ടാകുന്നതാണ്. വാസ്തുവിശ്വാസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വീടിന്റെ തെക്കുഭാഗത്ത് കിണറ്, ബോർവെല്ല്, ചെറിയ കുളം, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോർച്ചയുള്ള ഭാഗങ്ങൾ ഉണ്ടാകുന്നത്, ഇവയൊക്കെ. ചില വാസ്തു പാരമ്പര്യങ്ങൾ പ്രകാരം വീടിന്റെ തെക്കുഭാഗത്ത് ജലസ്രോതസ്സുകൾ സ്ഥാപിക്കുന്നത് അനുയോജ്യമല്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മുടെ വീട് പണിയുന്ന സമയത്ത് വാസ്തുവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിണറോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഭാഗത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടെടുത്തതിന് ശേഷം നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അവിടെ ഒരു പൈപ്പ് സ്ഥാപിക്കുന്നു, നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജോലിഭാരം കുറക്കാൻ എന്നോണം നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഒരു പൈപ്പ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു പാത്രത്തിൽ അവിടെ വെള്ളം സ്റ്റോർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ വാസ്തുശാസ്ത്രത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാസ്തുദോഷം വരുന്നത്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഈ പറഞ്ഞ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ വെള്ളം നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടില് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാം, കടബാധ്യതകൾ ഉണ്ടാവാം എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിലുള്ളവരെ അലട്ടാം. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തെക്കുഭാഗത്ത് പൈപ്പ് വെച്ചിട്ടുണ്ട്, അത് ചോർച്ചയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ കടബാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിന്റെ തെക്കുഭാഗത്ത് മുള്ളുള്ള ചെടികൾ വളർത്തുക, അതുപോലെ തന്നെ ഉണങ്ങിയ ചെടികൾ നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടില് മുള്ളുള്ള ചെടികൾ വളർത്തുന്ന സമയത്ത് വീട്ടിന്റെ തൊട്ടടുത്തായിട്ട് അങ്ങനെ വളർത്താതിരിക്കുന്നതാണ് നല്ലത്. തെക്കുഭാഗത്ത് വളർത്തുന്നത് നമ്മുടെ വീട്ടില് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും
വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ ഒരു സാധ്യത വർദ്ധിക്കാനും കാരണമാകും. നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്ന സമയത്ത് പോസിറ്റീവ് എനർജി കുറയും. അത് ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ബാധിക്കും. അതുപോലെ തന്നെയാണ് വീടിന്റെ തെക്കുഭാഗത്ത് ഉണങ്ങിയ ചെടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഉടൻ തന്നെ പിഴുതു മാറ്റുക. അവിടെ നിങ്ങൾ ചെടികൾ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ നല്ല പൂക്കളുള്ള ചെടികളൊക്കെ നട്ടു വളർത്താം. അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കുക. ഒരു കാരണവശാലും ഉണങ്ങിയ ചെടികൾ വീടിന്റെ തെക്കുഭാഗത്ത് നിലനിർത്താനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളെ തടയുന്ന ഒരു കാര്യമാണത്. അതായത് ഒരു ഉയർച്ചയില്ലാത്ത സാഹചര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. തകർച്ചയിലോട്ട് പോവുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒരു ചെടി നശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ ആരോഗ്യവും അതുപോലെ നശിച്ചു തുടങ്ങും എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗത്ത് ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്ന ചെടികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് അവിടെ നിന്ന് മാറ്റുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുണ്ടാവാനും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു ചേരാനുമുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെക്കുഭാഗത്തെ എപ്പോഴും അശ്രദ്ധയോടെ ഉപേക്ഷിക്കുന്നത്. ഒരു വീടിന്റെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും വലിയ തെറ്റുകൾ കൊണ്ടല്ല, ചെറിയ അശ്രദ്ധകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. വാസ്തുവിശ്വാസങ്ങൾ പ്രകാരം വീടിന്റെ തെക്കുഭാഗം ഒരിക്കലും അവഗണിക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് മാറരുത്. പല വീടുകളിലും ഈ ഒരു ഭാഗം ആരും ഉപയോഗിക്കാത്ത സ്ഥലമായിട്ട് മാറിയിരിക്കും. മാസങ്ങളോളം വൃത്തിയാക്കാത്ത ഒരു മൂല, പൊടിപിടിച്ച ജനലുകള്, ചിലന്തി വലകള്, ഉണങ്ങിയ ഇലകള്, പൊട്ടിപ്പോയ ടൈലുകള്, വർഷങ്ങളായിട്ട് പെയിന്റ് ചെയ്യാത്ത ഭിത്തികള്, ഇതെല്ലാം പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ ഒരു കോർണറിനെ, ആ ഒരു ഭാഗത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന വീടുകളും നമുക്ക് കാണാം. വാസ്തുവിശ്വാസങ്ങൾ പറയുന്നത് വീടിന്റെ ഓരോ ഭാഗവും ജീവസാന്നിധ്യം ഉള്ളതുപോലെ കരുതണം എന്നതാണ്. പ്രത്യേകിച്ച് ഈ വീടിന്റെ തെക്ക് ഭാഗം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ആ വീട്ടിൽ എപ്പോഴും കലഹങ്ങളായിരിക്കും, എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും. ആ വീട്ടിലെ വീട്ടമ്മയ്ക്ക് കണ്ണുനീര് തോർന്ന ഒരു സമയം ഉണ്ടാകില്ല എന്നതാണ്. വാസ്തുപരമായിട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥാനങ്ങളിൽ ഒന്നാണ് വീടിന്റെ തെക്കുഭാഗം. അത് ഉപയോഗിക്കാത്ത രീതിയിൽ ഒരു കാരണവശാലും വയ്ക്കരുത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാം. ദിവസവും അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കുന്ന ഒരു രീതിയിലായിരിക്കണം ആ ഒരു ഭാഗം ഇരിക്കേണ്ടത്. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾക്ക് നിത്യവും ഇത് വൃത്തിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ല രീതിയിൽ വൃത്തിയാക്കി വീടിന്റെ തെക്കുഭാഗം പ്രത്യേകമായി പരിശോധിക്കുന്ന ഒരു ശീലം വളർത്തണം. ഭിത്തികളിൽ വിള്ളലുണ്ടോ, പൈപ്പുകളിൽ ചോർച്ചയുണ്ടോ, ജനലുകൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ശുചിത്വം പാലിക്കപ്പെടുന്നുണ്ടോ, ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ, പൊട്ടിയ വസ്തുക്കളൊക്കെ ആ ഭാഗത്തുണ്ടോ, ഇതൊക്കെയും നിങ്ങൾ പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം ഒരല്പം മഞ്ഞൾ വെള്ളമൊക്കെ തളിക്കുന്നത് വളരെ ഉത്തമമാണ്. വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പറയാറുണ്ട് വളരെ ചെറിയ വീടാണ്, എപ്പോഴും കഷ്ടപ്പാടും ദുഃഖവുമാണ്. തൊട്ടടുത്ത് വലിയൊരു വീടുണ്ട്, അവരെപ്പോഴും വൃത്തിയാക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, എപ്പോഴും ഉയർച്ചയാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെയായിരിക്കും നമ്മുടെ ജീവിതം തകരാൻ കാരണമായി തീരുന്നത്. വീടിന്റെ വലുപ്പത്തിലല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. അതെപ്പോഴും ശരിയായിട്ടുള്ള രീതിയിൽ പരിപാലിച്ച് ശരിയായ വാസ്തുകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. എത്ര ചെറിയ വീടായി കഴിഞ്ഞാലും ഈ പറഞ്ഞ വാസ്തുവൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്, അല്ലെ ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിന്റെ തെക്കുഭാഗത്തെ അശുഭമായിട്ടുള്ള സ്ഥലമായിട്ട് കരുതി ഭയപ്പെടരുത് എന്നതാണ്. വാസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും കേട്ടിട്ടുള്ള ഒരു ധാരണയുണ്ട്, തെക്കുഭാഗം എന്നാൽ ദോഷമാണ്, ആ ഭാഗം പേടിക്കേണ്ട സ്ഥലമാണ്. ഈ തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളും പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തില് പരമ്പരാഗത വാസ്തുവിശ്വാസങ്ങൾ വീടിന്റെ ഏതെങ്കിലും ദിശയെ ഭയപ്പെടാൻ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഓരോ ദിശയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവയെ ശരിയായ രീതിയിൽ പരിപാലിക്കണം എന്നാണ് വാസ്തു പറയുന്നത്. വീടിന്റെ തെക്കുഭാഗം എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനമാണ്. അപ്പോൾ അതിനെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥാനമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഒരു പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുക. അത് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്വാധീനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരും. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ തെക്കുഭാഗം ഒന്ന് പരിശോധിക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്യുക.
ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ദിശയെ പോലും മാറ്റിമറിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അത് നമ്മൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മാത്രമേ ഒരു വീടായാലും ഒരു വസ്തുവായാലും നമുക്ക് അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.